राधे किशोरी दया करो, राधे किशोरी दया करो. ഹരി ഓം. ശ്രീരാമജയം. ഗർഗമുനിയാൽ രചിക്കപ്പെട്ട ഗർഗഭാഗവതം. അതിലെ ഒന്നാമത്തെ ഖണ്ഡം ഗോലോകഖണ്ഡം. ഗോലോകഖണ്ഡത്തിലെ 15 അധ്യായങ്ങൾ നമ്മൾ ഭഗവാന് ചൊല്ലി സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് 16-ാമത്തെ അധ്യായമാണ്. വിശിഷ്ടമായ ഒരു അധ്യായമാണിത്. രാധാകൃഷ്ണ വിവാഹമാണ് ഈ അധ്യായത്തിലുള്ളത്. അങ്ങേയറ്റം തത്വങ്ങൾ ഉൾക്കൊണ്ട ഒരു അധ്യായമാണ്. നമ്മളിത് മനസ്സിലാക്കാനുള്ള തലത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. സാധാരണ മനുഷ്യരെ പോലെ നമ്മുടെ മനസ്സിൽ വിവാഹം എന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കല്പം, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യലോകത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധം, സ്ത്രീ പുരുഷ വിവാഹം, ദാമ്പത്യം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ദേവതമാരുടെ ലോകത്ത് അങ്ങനല്ല. അതിലും ഉപരിയാണ് ഗോലോകധാമം, ഭഗവാന്റെ ആ ലോകം. നമുക്കറിയില്ല, നമുക്ക് സങ്കല്പിക്കാൻ പോലും അത് സാധ്യമല്ല. ഓരോരുത്തരും അവരവരുടേതായ തലങ്ങളിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നോ അതുപോലെ മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശരദ്ദിഗജ പങ്കജ ശ്രിയമതീവ വിദ്വേഷകം മിളിന്ദമുനിസേവിതം കുലിശകഞ്ചചിഹ്നാവൃതം പുരത്കനകനൂപുരം ദളിതഭക്തതാപത്രയം ചലദ്യുതിപദദ്വയം ഹൃദി ദധാമി രാധാപദീം. വദനകമലനിര്യദ്യസ്യ പീയൂഷ്യമാദ്യം പിബതി ജനവരോയം പാദസോയം ഗിരം മേ. ബദരിവനവിഹാര സത്യവത്യഃ കുമാര പ്രണതദുരിതാര ശാരദന്വാവതാരഃ. സാക്ഷാത് നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് 16-ാമത്തെ അധ്യായം ഭഗവാന് ചൊല്ലി സമർപ്പിക്കാം. രാധാകൃഷ്ണ വിവാഹം. നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഗർഗമുനി നൈമിഷാരണ്യത്തിലിരുന്ന് ശൗനകാദി മഹർഷികൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ശ്രീനാരദ ഉവാച ഗാംശ്ചാരയൻ നന്ദനമംഗദേശേ സംലാലയൻ ദൂരതമം സകാശാത് കളിന്ദജാതീരസമീരകമ്പിതം നന്ദോഭിഭാണ്ഡീരവനം ജഗാമാം. ഒരിക്കൽ നാരദ മഹർഷി പറയുകയാണ്, ഒരിക്കൽ നന്ദൻ ശ്രീകൃഷ്ണ ഭഗവാനെ തോളിൽ വെച്ചുകൊണ്ട് തൻ്റെ പശുക്കളുടെ ഒപ്പം വീട്ടിൽ നിന്നും വളരെ ദൂരത്തിലുള്ള ഭാണ്ഡീര വനത്തിലേക്ക് പോയി. യമുനാ നദിയുടെ തീരത്തായിട്ടുള്ള അതിസുന്ദരമായ ഒരു പ്രദേശമാണ് ഭാണ്ഡീരവനം. കളിന്ദജ കൃഷ്ണേശ്ചയാ വേഗദരോധവാദോ ഘനൈരഭൂന്മേതുരമംബരം ച തമാലനീഭദ്രുമപല്ലവൈശ്ച പദദ്ഭിരേജദ്ഭിരതീവ ഭീകൈഃ. തദാന്ധകാരേ മഹതി പ്രജാതി ബാലേരുദത്യംഗഗതേതിഭീതിം നന്ദോ ഭയം പ്രാപ ശിശും സബിഭ്രദ്ധരിം പരേശം ശരണം ജഗാമാം. കാളിന്ദി നദിയുടെ തീരത്തുള്ള അതിസുന്ദരമായ ഒരു പ്രദേശമാണ് ഭാണ്ഡീരവനം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭാണ്ഡീരവനത്തിന് അടുത്തെത്തിയപ്പോൾ എല്ലാം ഭഗവാന്റെ ഇച്ഛയോടെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ഇച്ഛപ്രകാരം
വായുവിൻ്റെ വേഗത പെട്ടെന്ന് വർദ്ധിച്ചു. ആകാശം മേഘങ്ങളെ കൊണ്ട് മൂടി. തമാലത്തിൻ്റെയും കദംബമരത്തിൻ്റെയും ഇലകൾ പൊഴിഞ്ഞു വീഴാനും പറന്നു പോകാനും തുടങ്ങി. ആകാശം പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ഒന്നായിട്ട് മാറി. എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. അപ്പോൾ നന്ദനന്ദനൻ ഇതൊന്നും അറിയാത്തതുപോലെ കരയാൻ തുടങ്ങി. ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്, ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ്. പക്ഷെ ഒരു സാധാരണ കുഞ്ഞു കുട്ടി കരയുന്നത് പോലെ അന്തരീക്ഷമാകെ മാറി. അപ്പോൾ പേടിച്ച് കരയുന്നത് പോലെ കരയാൻ തുടങ്ങി. അങ്ങനെ നന്ദഗോപർക്കും ഇതൊക്കെ കണ്ടപ്പോൾ ആകെ ഭയം തോന്നി. അദ്ദേഹം കുട്ടിയെ മടിയിലെടുത്ത് സാക്ഷാത് ഹരിയെ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാന്റെ പ്രിയ ഭക്തനായ ജയദേവ കവിയുടെ അഷ്ടപതി എല്ലാവർക്കും അറിയാവുന്നതാണ്, ഗീതാ ഗോവിന്ദം. അതിലെ ഒന്നാമത്തെ അഷ്ടപതി തുടങ്ങുന്നത് തന്നെ ഈ ഒരു രംഗത്തോടെയാണ്. ഭാണ്ഡീരവനം, അവിടെ നന്ദഗോപര് ഭഗവാനെ എടുത്തുകൊണ്ടുവരുന്നു. മേഘങ്ങളെ കൊണ്ട് മൂടി, അന്തരീക്ഷം ഇരുട്ട് വ്യാപിച്ചു, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് വരുന്ന രാധാദേവി ഈ ഒരു രംഗത്തോടെയാണ് ഭഗവാന്റെ പ്രിയ ഭക്തനായ ജയദേവ കവി തൻ്റെ ഗീതാ ഗോവിന്ദം തുടങ്ങുന്നതും. അപ്പോൾ ഈ ഭാഗത്തിന് വളരെ പ്രസക്തിയുണ്ട്. പിന്നീട് എന്താണ് നടന്നതെന്ന് നോക്കാം. തദൈവ കോട്യൈർക സമൂഹദീപ്തിർ ആഗതശ്ചതീവാ ചലതി ദിശാസു ബഭൂവ തസ്യാം വൃഷഭാനുപുത്രീം ദദർശ രാധാ മദനന്ദരാജാം. ആ സമയത്ത് കോടിക്കണക്കിന് സൂര്യ സമൂഹം പോലെ ദിവ്യമായ പ്രകാശം ഉദിച്ചു വന്ന് എല്ലാ ദിശകളിലും വ്യാപിച്ച് ക്രമേണ നന്ദഗോപരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആ ദിവ്യദീപ്തിയുടെ അകത്തായി നന്ദഗോപർക്ക് ശ്രീ രാധാദേവിയെ ദർശിക്കുവാൻ കഴിഞ്ഞു. കോടീന്ദുബിംബദ്യുതിമാദധാനാം നീലാംബരം സുന്ദര ഗൗരവർണം മഞ്ജീരധീരധ്വനി നൂപുരാണാം ആഭിഭ്രതീം ശബ്ദമതീവ മഞ്ജും കാഞ്ചീകലാകങ്കണ ശബ്ദമിശ്രാം ഹാരാങ്കുലീയാംഗദ വിസ്ഫുരന്തീം ശ്രീനാസികാമൗക്തികഹംസികാഭി ശ്രീകണ്ഠചൂഡാമണികുണ്ടലാഢ്യാം തത്തേജസാധർഷിത ആശു നന്ദോ നത്വാ തഥാമാഹ കൃതാഞ്ജലിസൻ. രാധാദേവിയെ പറ്റിയിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. സാക്ഷാത് ആദി പരാശക്തി തന്നെയല്ലേ ആ ഭഗവതി മുന്നിൽ വന്ന് നിന്നപ്പോൾ കോടിക്കണക്കിന് ചന്ദ്രമണ്ഡലങ്ങളുടെ കാന്തി ഉണ്ടായിരുന്നു. സ്വർണ്ണ നിറമുള്ള രാധാദേവി ആദിവർണ്ണമായ നീല നിറത്തിലുള്ള സുന്ദരമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. കാലുകളിൽ കിങ്ങിണിയുടെ മധുരസ്വരവും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ കാഞ്ചീര നൂപുരങ്ങളുടെയും വളകളുടെയും ശബ്ദവും കേൾക്കാമായിരുന്നു. രത്നഹാരം, മുദ്ര മുതലായവയാൽ രാധാദേവി ഒന്നുകൂടി ശോഭിച്ചു. മൂക്കിൽ മുത്തിൻ്റെ മൂക്കുത്തി അത്യധികം തിളങ്ങുന്നുണ്ടായിരുന്നു. കഴുത്തിൽ മാല, തലയിൽ സീമന്തരേഖയിൽ ചൂടാമണി, കാതിൽ കുണ്ടലങ്ങൾ എന്നിവ ശോഭിച്ചിരുന്നു. ശ്രീ രാധാദേവിയുടെ ദിവ്യ തേജസ്സാൽ കീഴടക്കിയ നന്ദഗോപർ ഉടനെ തന്നെ തല കുനിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് രാധാദേവിയോട് പറഞ്ഞു, അയന്തു സാക്ഷാത് പുരുഷോത്തമസ്ത്വം പ്രിയാസി മുഖ്യാസി സദൈവ രാധി ഗുപ്തം ത്വിദം ഗർഗമുഖേന വേത്മി ഗൃഹാണരാധേ നിജനാഥമംഗാത് ഏനം ഗൃഹം പ്രാപയ മേഘഭീതം വദാമി ചേതം പ്രകൃതിർഗുണാഢ്യം നമാമി തുഭ്യം ഭുവി രക്ഷ മാം ത്വം കൃഷ്ണപ്രിയാസി പ്രകൃതി പരാത്വം. നന്ദഗോപര് സാക്ഷാത് ആദിപരാശക്തിയായ ആ ഭഗവതിയെ കണ്ടപ്പോൾ കൈകൂപ്പിക്കൊണ്ട് കുമ്പിട്ട് നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ രാധാദേവി, ഇത് സാക്ഷാത് പുരുഷോത്തമനും അവിടുന്ന് ഈ പുരുഷോത്തമൻ്റെ പ്രാണനാഥയുമാകുന്നു. ഈ രഹസ്യം ഞാൻ ഗർഗമുനിയിൽ നിന്നുമാണ് അറിഞ്ഞത്. രാധാദേവി, അവിടുത്തെ പ്രാണനാഥനെ എൻ്റെ തോളിൽ നിന്നും എടുത്തോളൂ.
ഈ കുട്ടി മേഘഗർജനം കാരണം പേടിച്ചിരിക്കുകയാണ്. ഇത് ഭഗവാന്റെ ലീലയാണ്. അതിനാലാണ് ഇങ്ങനെ ഭയം കാണിക്കുന്നത്. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു ദേവി. അവിടുന്ന് എന്നെ രക്ഷിക്കൂ. അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് അവിടുത്തെ ദർശനം കിട്ടിയത്. അത്രത്തോളം ദുർലഭമാണ് രാധാദേവിയുടെ ദർശനം. യോഗിമാർക്ക് കോടി വർഷങ്ങൾ തപസ് ചെയ്യുന്ന യോഗിമാർക്ക് പോലും ആ ദർശനം കിട്ടില്ല. ദേവതമാർക്കും ദേവഗണങ്ങൾക്കും ഒന്നും ദേവിയുടെ ദർശനം അത്ര സുലഭമായിട്ട് കിട്ടുന്ന ഒന്നല്ല. അപ്പോൾ നന്ദഗോപർക്ക് ആ ദേവിയുടെ ദർശനം കിട്ടിയതിൽ നന്ദഗോപർ ദേവിയോട് പറയുകയാണ്, അവിടുത്തെ കൃപ അത്രത്തോളം വലുതാണ്. എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞിട്ട് ദേവിയെ താഴെ വീണ് നമസ്കരിക്കുകയാണ്. ശ്രുത്വാ വചസ്തസ്യ തദൈവ രാധ ചന്ദ്രാവലി ഗോപപതിം തമാഹ. ഇതൊക്കെ കേട്ടപ്പോൾ രാധാദേവി, ഭഗവാന്റെ ആ പ്രാണപ്രേയസിയായ രാധാദേവി പറയുകയാണ്, ശ്രീരാധോവാച വരം പരം ബ്രൂഹി മഹാമതി ത്വം യഥേപ്സിതം സർവജനൈരുദാപം അഹം പ്രസന്നാ തവ ഭക്തിഭാവാത് മദ്ദർശനം ദുർലഭമേവ നന്ദ. അല്ലയോ നന്ദഗോപുരേ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. എൻ്റെ ദർശനം ദുർലഭമാണ്. എന്നാൽ നിന്റെ ഭക്തിഭാവത്താൽ ഞാൻ പ്രസന്നയായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ ദർശനം തന്നത്. രാധാദേവി സാക്ഷാത് ആദ്യ പരാശക്തിയായിട്ട് തന്നെയാണ്, തൻ്റെ സ്വരൂപത്തിൽ തന്നെയാണ് നന്ദഗോപർക്ക് ദർശനം കൊടുത്തത്. അവിടെ വൃന്ദാവനത്തിൽ അവതരിച്ച രാധയായിട്ടല്ല, സാക്ഷാത് രാധാദേവിയായിട്ട് തന്നെയാണ് നന്ദഗോപർക്ക് ദർശനം കൊടുത്തത്. അത് നന്ദഗോപരുടെ ആ ഭക്തിയിലുള്ള ഒരു ഭക്തി കണ്ടിട്ട് അതിൻ്റെ സമർപ്പണത്തിലുള്ള സന്തോഷം കൊണ്ട് മാത്രമാണെന്നാണ് ദേവി പറയുന്നത്. അല്ലെങ്കിൽ ദേവിക്ക് വൃന്ദാവനത്തിലെ രാധയായിട്ട് വന്ന് ദർശനം കൊടുക്കാമായിരുന്നു. പക്ഷെ തൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് ദേവി കാണിച്ചു കൊടുത്തത്. ശ്രീനന്ദ ഉവാച യദി പ്രസന്നാസി തദാ ഭവേന്മേ ഭക്തിർദൃഢാ കൗയുവയോപദാബ്ജി സതാം ച ഭക്തിസ്തവ ഭക്തിഭാജാം സംഗസദാ മേ അഥ യുഗേ യുഗേ ചേം. അപ്പോൾ നന്ദഗോപർ പറയുകയാണ്, അല്ലയോ ദേവി, അവിടുന്ന് എന്നിൽ പ്രസന്നയാണെങ്കിൽ അവിടുത്തെ പ്രിയതമന്മാരുടെ ഭഗവാന്റെയും രാധാദേവിയുടെയും ചരണാരവിന്ദങ്ങളിൽ എനിക്ക് സുദൃഢമായ ഭക്തി ഉണ്ടാവട്ടെ. കൂട്ടത്തിൽ അവിടുത്തെ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന സാധുസംഗമം എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കട്ടെ. ഓരോ യുഗത്തിലും ആ സാധു മഹാത്മാക്കളുടെ ചരണങ്ങളിൽ എനിക്ക് പ്രേമമുണ്ടാകട്ടെ. അതാണ് നന്ദഗോപര്, ഈ സാക്ഷാത് ആദി പരാശക്തി എത്രയോ ദുർലഭമായ ഒരു ദർശനം കിട്ടിയപ്പോൾ വേറെ എന്തൊക്കെ ചോദിക്കാമായിരുന്നു നന്ദഗോപർക്ക്. പക്ഷെ നന്ദഗോപർ ചോദിച്ചതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം. നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. ഭഗവാന്റെയും ആ ദേവിയുടെയും പാദങ്ങളിൽ സുദൃഢമായ ഭക്തി ഉണ്ടാവട്ടെ എന്നാണ് നന്ദഗോപര് ചോദിച്ചത്. അതിലും വലുതായിട്ടൊന്നുമില്ല. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശ്രദ്ധ വിട്ടുപോയാൽ, ഭക്തി പോയാൽ നമ്മൾ തെറ്റുകൾ ചെയ്യും, ഭഗവാനിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ എന്ത് വ്രതമെടുത്താലും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണ് ഭഗവാന്റെ പാദങ്ങളിൽ ഉള്ള സുദൃഢമായ ഭക്തി. ഹനുമാൻ സ്വാമി, ശ്രീരാമസ്വാമി എപ്പോഴും പറയുന്നത് അവിടുത്തോടുള്ള ഭക്തി മാത്രം മതി, രാമനാമം കേട്ടാൽ മാത്രം മതി, മോക്ഷം പോലും വേണ്ട. അതാണ് ഏറ്റവും വലിയ മോക്ഷം ഹനുമാൻ സ്വാമിക്ക്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തരെല്ലാം ആഗ്രഹിക്കുന്നത്. ഭഗവത് നാമം കേൾക്കാൻ കഴിയുക, ഭഗവത് നാമത്തിൽ മുഴുകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്തരുടെ കൂട്ടത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ശ്രവിക്കാൻ കഴിയുക, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കഴിയുക. അതിലും വലുതായിട്ട് അവർക്കൊന്നുമില്ല ആഗ്രഹിക്കാനായിട്ട്. നന്ദഗോപരും സാക്ഷാത് ആദിപരാശക്തിയോട് അപേക്ഷിച്ചത് അതുമാത്രമാണ്. സാധുസംഗമം, അവിടുത്തെ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന സാധുസംഗമം എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഭക്തിയിലൂടെയാണ്, ഭക്തി ഉണർന്നു കഴിഞ്ഞാൽ ജ്ഞാനവും വൈരാഗ്യവും കൂടെ വന്നോളും.
നമ്മുടെ ആചാര്യന്മാരെല്ലാം പറയുന്ന ഒന്നാണത്. അപ്പോൾ ഭഗവത് ഭക്തിയിൽ മുഴുകിയിരിക്കുക, വേറെ ഒന്നിലും ശ്രദ്ധ പോകാതിരിക്കുക. ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമായ വഴിയാണത്. ഭഗവത് ഭക്തിയിൽ മുഴുകിയിരിക്കുക, അല്ലെങ്കിൽ ഭഗവത് ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന സാധുക്കളുമായിട്ടുള്ള സംഗമം ഉണ്ടാവുക. അങ്ങനെ നന്ദഗോപർ ദേവിയോട് ആ പ്രാർത്ഥന അർപ്പിക്കുന്നു. ശ്രീ നാരദ ഉവാച തഥാസ്തു ചോക്ത്വാ ഹരിം കരാഭ്യാം ജഗ്രാഹ രാധാ നിജനാഥമംഗാത്. അത് കേട്ടപ്പോൾ രാധാദേവി തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപരെ അനുഗ്രഹിച്ചിട്ട് നന്ദഗോപരുടെ തോളിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനെ, ആ ബാലരൂപത്തിലുള്ള ഭഗവാനെ എടുക്കുകയാണ്. തൻ്റെ പ്രാണനാഥനെ രണ്ട് കൈകളും കൊണ്ട് ഏറ്റുവാങ്ങുകയാണ്. ഗതേ അഥ നന്ദേ പ്രണതേ വ്രജേശേ തഥാ ഹി ഭാണ്ഡീരവനം ജഗാമ ഗോലോകലോകാശ്ച പുരാ സമാഗത ഭൂമിർനിജം സ്വം വപുരാദധാനാം. അങ്ങനെ നന്ദഗോപര് രാധാദേവിയുടെ കയ്യിൽ ഭഗവാനെ ഏൽപ്പിച്ചിട്ട് വ്രജത്തിലേക്ക്, അവിടെ നിന്നും ഭാണ്ഡീരവനത്തിൽ നിന്നും വ്രജത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. രാധാദേവി ഭഗവാനെയും കൊണ്ട് ഭാണ്ഡീരവനത്തിലേക്ക് പോയി. ദേവി പണ്ട് ബ്രഹ്മദേവനും ദേവഗണങ്ങളും ഒക്കെ ഭഗവാനെ പോയി കണ്ട് സങ്കടം ഉണർത്തിച്ചിരുന്ന ആ സമയത്ത് ഭഗവാൻ ഭൂമിയിൽ പൂർണ്ണ അവതാരം എടുക്കുന്നു എന്ന് കേട്ടപ്പോൾ രാധാദേവി പറഞ്ഞതാണ്, ഗോവർദ്ധനവും വൃന്ദാവനവും യമുനാ നദിയും ഇല്ലാത്ത ഒരിടത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ രാധാദേവിക്ക് വേണ്ടിയിട്ടാണ് ആ ഗോലോകധാമത്തിൽ നിന്നും കുറച്ചു ഭാഗം അടർത്തി ഈ ഭൂമിയിലൊരു വൃന്ദാവനം ഭഗവാൻ സൃഷ്ടിച്ചത്. അങ്ങനെ ആ ഭാണ്ഡീരവനത്തിൽ ആ ദേവിയുടെ സന്തോഷത്തിനായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ വൃന്ദാവനത്തിൽ അങ്ങനെ വീണ്ടും ഭഗവാനും രാധാറാണിയും ഒന്നിക്കുകയാണ്. ആ ഗോലോക പെട്ടെന്ന് തന്നെ ഭഗവാൻ ദേവിയുടെ സ്പർശം ഭഗവാനിലുണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഭഗവാനും രാധാറാണിയും ഒന്നിച്ചപ്പോൾ ഈ ഭൂമിയിലെ വൃന്ദാവനവും ആ ഗോലോക വൃന്ദാവനത്തെ പോലെയായെന്നാണ് പറയുന്നത്. ഓരോ സസ്യലതാദികളും ആ പ്രകൃതി പോലും ആ ഗോലോക വൃന്ദാവനത്തിൽ എങ്ങനെയാണോ അതുമായിട്ട് താദാത്മ്യം പ്രാപിച്ചു. ഇനി അതിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. വൃന്ദാവനം ദിവ്യവപുർദധാര വൃക്ഷൈർവരൈകാമദുഃഖൈ സഹൈവ കലിന്ദപുത്രീ ച സുവർണസൗന്ധൈ ശ്രീരത്നസോപാനമയീ ബഭൂവ ഗോവർദ്ധനോ രത്നശിലാമയോ അഭൂത് സുവർണശൃംഗൈഃ പരിതസ്ഫുരദ്ഭിഃ മത്താലിഭിർനിർഝരസുന്ദരീഭിരുച്ഛാംഗകരീവരാജൻ തദാ നികുഞ്ചോ അപി നിജം വപുർ ദദത്സഭായുധം പ്രാംഗണദിവ്യമണ്ഡപം വസന്തമാധുര്യധരം മധുവ്രതൈർ മയൂരപാരാവതകോകിലധ്വനീം. ആ ഗോലോകധാമത്തിലെ വൃന്ദാവനത്തെ പറ്റിയിട്ട് ആദ്യത്തെ അധ്യായങ്ങളിൽ വർണ്ണിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അത്രയും മനോഹരമായി ഈ ഭൂമിയിലെ വൃന്ദാവനവും ആ യമുനാ നദിയുടെ തീരത്ത് സ്വർണ്ണ നിർമ്മിതമായ പ്രസാദങ്ങളാലും സുന്ദരരത്നമായ സോപാനങ്ങളാലും സമ്പന്നമായി മാറി. അത്രത്തോളം മനോഹരമായി എന്നാണ് പറയുന്നത്. പിന്നീട് ഗോവർദ്ധന പർവ്വതം അതുപോലെ രത്നമയമായ ശിലകളാൽ പരിപൂർണമായി, മതമത്തന്മാരായ വണ്ടുകളാലും അരുവികളാലും സുശോഭിതമായ ഗുഹകളാലും സമ്പുഷ്ടമായി ഗോവർദ്ധന പർവ്വതം. ഒരു ഉയർന്ന ശരീരമുള്ള ആനയെ പോലുള്ള രൂപം ധരിച്ചു. ആ സമയത്ത് വൃന്ദാവനത്തിലെ വള്ളിക്കുടിലുകളും ദിവ്യമായ രൂപം പ്രകടമാക്കി. അതിൽ സഭാവനം, മുറ്റം, ദിവ്യമണ്ഡപം, കച്ചേരി, വാതിൽ മുതലായ എന്തൊക്കെ അവിടെ ഗോലോക വൃന്ദാവനത്തിൽ കാണാൻ പറ്റുന്നുവോ അതെല്ലാം ഇവിടെ ഈ ഭൂലോക വൃന്ദാവനത്തിലും അതെല്ലാം കാണാൻ പറ്റി എന്നാണ് പറയുന്നത്. അത്രത്തോളം ആ ഗോലോകധാമമായിട്ട് താതാമ്യം ഉണ്ടായി. ഭഗവാന്റെയും ദേവിയുടെയും ആ സ്പർശനമുണ്ടായി. അവർ ഒന്നിച്ച് ആ ഭാണ്ഡീരവനത്തിലേക്ക് കയറിയപ്പോൾ ആ പ്രകൃതി പോലും മാറിപ്പോയി. മധുപന്മാരും മയിലുകളും ചകോരങ്ങളും കോകിലങ്ങളും അവരുടെ ആരവം മുഴക്കി.
വള്ളിക്കുടിൽ ദിവ്യ മണ്ഡപങ്ങളുടെ ശിഖരങ്ങൾ സ്വർണ്ണ രത്നാദികളാൽ നിർമ്മിതമായ കലശങ്ങളാൽ അലങ്കൃതമായി തീർന്നു. ഇനി തുടരുകയാണ് വൃന്ദാവനത്തിന്റെ ആ ഭംഗി വീണ്ടും വിവരിക്കുകയാണ്. സുവർണരത്നാധിക ചിത്ഭടൈർവൃതം പദപതാകാവലിഭിർവിരാജിതം സരസ്ഫുടദ്ഭിർഭ്രമരാവലീഡിതൈർവിരാജിതം കാഞ്ചന ചാരു പങ്കജൈഃ. എല്ലാ ഭാഗത്തു നിന്നും പറക്കുന്ന പതാകകൾ അതിന്റെ ശോഭ വർദ്ധിപ്പിച്ചിരുന്നു. അവിടെ സുന്ദരമായ ഒരു സരോവരം ഉണ്ടാവുകയും സുവർണമയമായ സുന്ദര സരോജങ്ങൾ വിരിയുകയും ചെയ്തു. അവയിൽ നിന്നും വണ്ടുകൾ തേൻ കുടിക്കാൻ തുടങ്ങുകയും ചെയ്തു. തദൈവ സാക്ഷാത് പുരുഷോത്തമോത്തമോ ബഭൂവ കൈശോരവപൂർധനപ്രഭഃ പീതാംബര കൗസ്തുഭരത്നഭൂഷണോ വംശീധരോ മന്മദരാശിമോഹനഃ. അങ്ങനെ ആ ഗോലോകധാമം ഭൂമിയിലും അതേപോലെ ശോഭിച്ചു. അപ്പോൾ അതോടുകൂടി ഭഗവാൻ ആ ബാലക രൂപത്തിൽ നിന്നും സാക്ഷാത് പുരുഷോത്തമൻ ഘനശ്യാമവർണ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ കിശോരാവസ്ഥയിലുള്ള രൂപത്തിലേക്ക് മാറി. രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും ഗോലോക വൃന്ദാവനത്തിലും 15-16 വയസ്സുള്ള ആ ഒരു പ്രായത്തിലാണ് എപ്പോഴും ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കിശോരഭാവത്തിലേക്ക് ഭഗവാൻ മാറി. ഭഗവാന്റെ ദിവ്യാവയങ്ങളിൽ പീതാംബരം ശോഭിക്കുന്നുണ്ടായിരുന്നു. കൗസ്തുഭമണി വിഭൂഷിതനും കയ്യിൽ ഓടക്കുഴൽ ധരിച്ചവനുമായി സ്ഥിതി ചെയ്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ കോടിക്കണക്കിന് മന്മഥന്മാരെ മോഹത്തിൽപ്പെടുത്തുന്നതിനും അത്രത്തോളം ഭംഗിയായിരുന്നു ഭഗവാനെ ഉപമിക്കാൻ നമുക്ക് ഈ എന്തിനോടെങ്കിലും ഉപമിക്കാൻ പറ്റില്ല. ഭഗവാനെ പോലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ആ ഭംഗിയും ഭഗവാന്റെ ആ തേജസ്സും അതൊന്നും നമുക്ക് വേറെ ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഗർഗമുനിയും വേറെ ഒന്നിനോടും അതിനെ ഉപമിക്കാത്തത്. ഭുജേന സംഗൃഹ്യ ഹസൻ പ്രിയാം ഹരിർജഗാമ മധ്യേ സുവിവാഹമണ്ഡപം വിവാഹസംഭാരയുധം സമേഖലം സന്ദർഭമൃത്വാരികടാദിമണ്ഡപം തത്രൈവ സിംഹാസന ഉന്നതീവരെ പരസ്പരം സമ്മിലിതൗർവിരേചതുഃ പരം ബ്രുവന്തൗ മധുരം ച ദമ്പതി സ്ഫുരത്പ്രഭൗഖേ ച തടിത്ഖനാവിവ. അങ്ങനെ ഭഗവാൻ ആ കിശോര രൂപത്തിലേക്ക് മാറി. ഭഗവാൻ ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രിയതമയുടെ രാധാദേവിയുടെ കൈകളിൽ പിടിക്കുകയും വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ആ മണ്ഡപത്തിൽ വിവാഹത്തിനുള്ള എല്ലാ സാമഗ്രികളും സജ്ജമാക്കിയിരുന്നു. വിവാഹ ചരട്, വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ എല്ലാം നമ്മുടെ മനുഷ്യരുടെ ലോകത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത്, നമ്മളെ കാണിക്കാനാണ് സാക്ഷാത് ആദിപരാശക്തിയും ആ പുരുഷോത്തമനും നമ്മുടെ മനുഷ്യരുടെ ഭാവത്തിലുള്ള നമ്മുടെ ലോകത്തിൽ നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗഭാഗ്യം, നമുക്കിതൊക്കെ വായിച്ചറിയാനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടായല്ലോ. അപ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോകത്തിൽ എങ്ങനെയൊക്കെയാണ് വിവാഹം നടത്തുക അതിനുള്ള എല്ലാ സാമഗ്രികളും അവിടെ സുസജ്ജമായിരുന്നു എന്നാണ് പറയുന്നത്. വിവാഹ ചരട്, കുശ, സപ്തമൃത്തിക, 7 തരത്തിലുള്ള മണ്ണ്, ജലം നിറച്ച കലശങ്ങൾ എന്നിവ അവിടെ ദൃശ്യമായിരുന്നു. അപ്പോൾ അവിടെ ശ്രേഷ്ഠമായ ഒരു സിംഹാസനം പ്രത്യക്ഷമായി. രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അത്യധികം ശോഭിച്ചു. രാധാദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും ഇരിക്കുന്ന അത് മേഘവും മിന്നൽ പിണരും പോലെയാണ്. ഭഗവാൻ ഘനശ്യാമ വർണ്ണനും, ദേവി ഗൗരവർണ്ണം, സ്വർണ്ണവർണ്ണ നിറമാണ് ദേവിയുടേത്. അപ്പോൾ മേഘവും മിന്നൽ പിണരും പോലെയാണ് തോന്നിയത് ആ നിറം ദേവന്മാരിൽ ശ്രേഷ്ഠനായ ബ്രഹ്മാവ് ആകാശത്തിൽ നിന്നും ഇറങ്ങി അവിടെ വരികയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും കാൽക്കൽ വീണ് നമസ്കരിക്കുകയും
സാക്ഷാൽ പൂർണ്ണ പുരുഷനായ ഭഗവാനെയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ ഭഗവാന്റെയും ദേവിയുടെയും പാദങ്ങളിൽ നമസ്കരിക്കുകയും അവരെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും ഇനി ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് വരുന്നത്. തദാംബരാ ദേവവരോ വിധി പ്രഭു സമാഗതസ്തസ്യ പരസ്യ സന്മുഖി നത്വാ തദംഗ്രീ ഉഷദീർഘിരാഭി കൃതാഞ്ജലിശ്ചാരു ചതുർമുഖോ ജഗോ. ബ്രഹ്മദേവന് 4 മുഖങ്ങളുണ്ടെന്ന് വേദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് ബ്രഹ്മദേവനാണ്. സൃഷ്ടി നടത്തുന്നതും ബ്രഹ്മദേവനാണ്. അദ്ദേഹത്തിൻ്റെ 4 മുഖങ്ങളാലും സ്തുതിച്ചുവെന്നാണ്. അത്രത്തോളം ഉത്തമമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. വേദങ്ങളിൽ വേദപുരുഷനാണ്, സാക്ഷാൽ വേദം തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ആ വേദങ്ങളിലാണ് ഭഗവാന്റെ സ്വരൂപം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 4 വേദങ്ങളും അറിയാവുന്ന ബ്രഹ്മദേവൻ ആ വേദങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ശ്രീ ബ്രഹ്മോവാച അനാദിമാദ്യം പുരുഷോത്തമോത്തമം ശ്രീകൃഷ്ണചന്ദ്രം നിജഭക്തവത്സലം സ്വയം ത്വസംഖ്യാണ്ഡപതിം പരാത്പരം രാധാപതിം ത്വാം ശരണം വ്രജാമ്യഹം. ബ്രഹ്മദേവൻ വീണ്ടും സ്തുതിക്കുകയാണ്. അല്ലയോ പ്രഭു, അവിടുന്ന് എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ആദി കാരണനാണെങ്കിലും അങ്ങയ്ക്ക് ആദിയോ അന്തമോ ഒന്നുമില്ല. വേദങ്ങളിലുള്ള തത്വങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അങ്ങ് എല്ലാ പുരുഷോത്തമന്മാരിലും വെച്ച് ഉത്തമനാണ്. സ്വന്തം ഭക്തരിൽ വാത്സല്യ ഭാവമുള്ളവനാണ്. അങ്ങ് ശ്രീകൃഷ്ണൻ എന്ന പേരിൽ പ്രസിദ്ധനും അഗണിക ബ്രഹ്മാണ്ടങ്ങളുടെ പാലകനുമാകുന്നു. അത്തരത്തിലുള്ള രാധാദേവിയുടെ പ്രാണവല്ലഭനായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഗോലോകനാഥസ്ത്വമതീവ ലീലോ ലീലാവതീയം നിജലോകലീലാം വൈകുണ്ഠനാഥോ അസി യഥാ ത്വമേവം ലക്ഷ്മീസ്തദേയം വൃഷഭാനുജഹി ത്വം രാമചന്ദ്രോ ജനകാത്മജേയം ഭൂമൗ ഹരിസ്ത്വം കമലാലയേയം യജ്ഞാവതാരോസി യഥാ തദേയം ശ്രീദക്ഷിണാസ്ത്രീ പ്രതിപത്നിമുഖ്യം. ഇനി ബ്രഹ്മദേവൻ ഭഗവാന്റെ ഓരോ അവതാരങ്ങളിലെയും ഭഗവാന്റെ ആ ഓരോ രൂപങ്ങളും ആ സമയത്ത് രാധാദേവി എടുത്ത ഓരോ അവതാരങ്ങളെ പറ്റിയിട്ടും സ്തുതിക്കുകയാണ് ഇവിടെ. ലീലാ പുരുഷോത്തമനാണ് അങ്ങ്. അങ്ങയുടെ ലീലകൾ ഒരിക്കലും അവസാനിക്കാത്തതാണ്. അങ്ങയുടെ കൂടെ ലീലാവതിയായ ശ്രീ രാധാദേവി അവിടുത്തെ നിത്യധാമത്തിൽ ലളിത ലീലകൾ നടത്തുന്നു. ഭഗവാന്റെ ലീലകളാണ് ഇതെല്ലാം എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. ശരിക്കും ഭഗവാന്റെ ലീലകൾ തന്നെയാണ്. നമുക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഭഗവാൻ എപ്പോഴും ചിരിച്ച മുഖമാണ്. ഇതൊക്കെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പോയി സങ്കടം പറഞ്ഞാലും ഭഗവാൻ ചിരിച്ച മുഖത്തോട് നോക്കിയിട്ടാണ് അത് കേൾക്കുക. ഭഗവാൻ അറിയാം ഇതെന്തുകൊണ്ടാണ്, ഇതിനി എന്തിലേക്കാണ് പോകുന്നത്, എല്ലാം ഭഗവാൻ അറിയാം. ഭാഗവതത്തില് നമ്മൾ അവസാനം കുന്തി മാതാവിൻ്റെ സ്തുതി അത്രത്തോളം പ്രസിദ്ധമാണ്. ഭഗവാനെ ഇനിയും ഞങ്ങൾ കഷ്ടതകൾ വരട്ടെ, കഷ്ടതകൾ വരുമ്പോഴെല്ലാം ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് കഷ്ടതകൾ വരട്ടെ. ഈ 12 വർഷം വനവാസ കാലവും 1 വർഷം അജ്ഞാതവാസവും കാലവും കഴിഞ്ഞിട്ട് ഈ യുദ്ധവും എല്ലാം കഴിഞ്ഞിട്ട് അത്രത്തോളം കഷ്ടതകൾ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിച്ചത് ഈ യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു. ഒടുവിൽ ആകെ അവശേഷിച്ചത് അഭിമന്യുവിന് ഉത്തരയിലുണ്ടായ ഗർഭത്തിലിരിക്കുന്ന ആ ഒരു കുട്ടി മാത്രമാണ്. അതിനെ പോലും ബ്രഹ്മാസ്ത്രം കൊണ്ട് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് അശ്വത്ഥാത്മാവ് അതിനെ പോലും വധിക്കാൻ തുടങ്ങുകയാണ്. ആ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം വന്നിട്ട് ആ കുട്ടിയെ ഇല്ലാണ്ടാക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് വീണ്ടും അതിനെ ജീവൻ കൊടുക്കുന്നത്. അങ്ങനെ പരീക്ഷിത്തായിട്ട് വീണ്ടും അടുത്ത യുഗത്തിലേക്കുള്ള ഒരു പുതിയ കാൽവയ്പ് പരീക്ഷത്തിലൂടെ ആണ് വരുന്നത്, പരീക്ഷിത്ത് മഹാരാജാവിലൂടെ.
അങ്ങനെ ഈ യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ തിരിച്ച് ദ്വാരകയ്ക്ക് പോകാൻ നേരത്താണ് കുന്തിമാതാവിൻ്റെ ഈ സ്തുതി വരുന്നത്. ഇത്രയും കഷ്ടതകൾ ഉണ്ടായിട്ടും കുന്തിമാതാവ് പറയുകയാണ്, ഇനിയും ഞങ്ങൾക്ക് കഷ്ടതകളും ദുഃഖങ്ങളും വരട്ടെ, ദുഃഖങ്ങൾ വരുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണെന്നാണ് കുന്തിമാതാവ് അവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയാണ്, നമ്മൾക്ക് ഈ ലോകത്തിനോടുള്ള എല്ലാ ആസക്തിയും വിട്ടുപോവുകയാണ്. ഇതെല്ലാം നശ്വരമാണ്, നശിക്കുന്നതാണ്. അനശ്വരമായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തതായിട്ട് ആ ഭഗവാനേ ഉള്ളൂ. ഭഗവാനിൽ എത്തിച്ചേരുക, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പോൾ ദുഃഖങ്ങൾ ഇനിയും ഇനിയും വരട്ടെ, ദുഃഖങ്ങൾ ഭഗവാന്റെ അനുഗ്രഹമാണെന്നാണ് അവിടെ കുന്തിമാതാവ് പറയുന്നത്. നമ്മളും അങ്ങനെ തന്നെ കരുതുക, ദുഃഖങ്ങളും കഷ്ടതകളും വരുന്നത് അനുഗ്രഹമാണ്. അത് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പാതയാണ് അവിടെ തുറക്കുന്നത്. അങ്ങനെ ആ ലീല പുരുഷോത്തമനെ സ്തുതിക്കുകയാണ്. ഇതെല്ലാം അങ്ങയുടെ ലീലയല്ലേ എന്നാണ് ബ്രഹ്മദേവൻ അവിടെ ചോദിക്കുന്നത്. ഓരോ അവതാരത്തിലെയും പറയുകയാണ്, അവിടുന്ന് വിഷ്ണുവാകുമ്പോൾ രാധാദേവി ലക്ഷ്മിയാകുന്നു, അതുപോലെ അങ്ങയുടെ അവതാരമായ ശ്രീരാമന്റെ കൂടെ രാധാദേവി ജാനകിയാകുന്നു. യജ്ഞനാരായണ അവതാരം എടുക്കുമ്പോൾ ദക്ഷിണാദേവിയായി രാധാദേവി അവിടുത്തെ കൂടെ വരുന്നു. അവിടുന്ന് പതി ശിരോമണിയാകുമ്പോൾ രാധാദേവി പത്നിമാരിൽ പ്രധാനിയാവുന്നു എന്നാണ് ബ്രഹ്മദേവൻ സ്തുതിക്കുന്നത്. ത്വം നാരസിംഹോ അസിരമാ ഹൃദീയം നാരായണസ്ത്വം ച നരേണ യുക്തഃ തദാതിയം ശാന്തിരിവതി തദാതിയം ശാന്തിരതീവ സാക്ഷാത് ഛായേവ യാദാ ച തവാനുരൂപം. ത്വം ബ്രഹ്മചേയം പ്രകൃതിസ്തടസ്ഥ കാലോ യദി മാം ച വിദു പ്രധാനം. മഹാൻ യഥാ ത്വം ജഗദംഗരോ അസി രാധാ തദീയം സഗുണാ ച മായാം. യഥാന്തരാത്മാ വിദിതശ്ചതുർഭിസ്തദാതിയം ലക്ഷണരൂപവൃത്തിം. യഥാ വിരാട് ദേഹധരസ്ത്വമേവ തദാഖിലം വാ ഭുവി ധാരണേയം. ശ്യാമം ച ഗൗരം വിദിതം ദിധാമഹ തവ സാക്ഷാത് പുരുഷോത്തമോത്തമം. ശ്യാമം ച ഗൗരം വിദിതം ദിധാമഹ തവ സാക്ഷാത് പുരുഷോത്തമോത്തമം. ഗോലോകധാമാധിപതിം പരേശം പരാത്പരം ത്വാം ശരണം വ്രജാമ്യഹം. വീണ്ടും ശരണാഗതി അടയുകയാണ് സാക്ഷാത് ബ്രഹ്മദേവൻ. പറയുകയാണ്, കഴിഞ്ഞിട്ടില്ല, അവതാരങ്ങളുടെ കാര്യം പറഞ്ഞു തീർന്നിട്ടില്ല. അവിടുന്ന് നരസിംഹമൂർത്തിയായിട്ട് അവതരിക്കുമ്പോൾ രാധാദേവി രമയായിട്ട് അവിടുത്തെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. നരനാരായണ അവതാരത്തിൽ രാധാദേവി പരമശാന്തിയായി സ്ഥിതി ചെയ്യുന്നു. സൂക്ഷ്മ രൂപത്തിലാണ്, നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അപ്പോൾ ദേവിയില്ല. അവരുടെ ഉള്ളിലുള്ള ആ ശാന്തി സ്വരൂപം ദേവിയാണ് എന്നാണ് പറയുന്നത്. അവിടുന്ന് ഏത് അവതാരം എടുത്താലും രാധാദേവി സ്വന്തം നിഴൽ പോലെ കൂടെ ഉണ്ടാവും. അവിടുന്ന് ബ്രഹ്മമാകുമ്പോൾ രാധ പ്രകൃതിയായി സ്ഥിതി ചെയ്യുന്നു. വേദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങളാണിതെല്ലാം, പ്രകൃതിയും പുരുഷനും. അതാണ് ബ്രഹ്മദേവനോട് പറയുന്നത്, അവിടുന്ന് ബ്രഹ്മം ആകുമ്പോൾ രാധാദേവി പ്രകൃതിയാകുന്നു. ഭഗവാനിൽ ദേവി അടങ്ങുമ്പോൾ നിശ്ചലമാകുന്നു. ഭഗവാനിൽ നിന്നും ആ പ്രകൃതിയായിട്ട് ദേവി മാറുമ്പോഴാണ് അവിടെ ചലനം ഉണ്ടാകുന്നത്, സൃഷ്ടി ഉണ്ടാകുന്നത്. അങ്ങ് കാലമായി മാറുമ്പോൾ രാധാദേവി പ്രധാനമായും കൂടെ ഉണ്ടാകുന്നു. അവിടുന്ന് മഹത്തത്വമാകുമ്പോൾ രാധാദേവി മായയായി സ്ഥിതി ചെയ്യുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവ അങ്ങയിൽ നിന്നുണ്ടാകുമ്പോൾ ലക്ഷണാവൃത്തി രാധയിൽ നിന്നും ഉണ്ടാകുന്നു. അങ്ങ് വിരാട രൂപം എടുക്കുമ്പോൾ രാധാദേവി ധാരണ എന്ന രൂപം എടുക്കുന്നു. പുരുഷോത്തമോത്തമ, ഇങ്ങനെയൊക്കെയുള്ള അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. അവിടുന്ന് ശ്യാമവും മഞ്ഞയുമായ രണ്ട് തേജസ്സുകൾ, അവിടുത്തെ തേജസ്സുകൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അവിടുന്ന് ഗോലോകധാമത്തിൻ്റെ അധിപതിയായ പരാത്പരനായ പരമേശ്വരനാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. പൂർണ്ണ ശരണാഗതി. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയാറില്ലേ, ഭഗവാന് മുന്നിൽ പൂർണ്ണ ശരണാഗതി, പിന്നെ ഒന്നുമില്ല, ഭഗവാൻ മാത്രമാണ്. ആ ഒരു പൂർണ്ണ ശരണാഗതിയാണ് അവിടെ ബ്രഹ്മദേവൻ പോലും ചെയ്യുന്നത്.
സദാ പടേദ്യോ യുഗളസ്തവം പരം ഗോലോകധാമ പ്രവരം പ്രയാതി സഹ ഇഹൈവ സൗന്ദര്യ സമൃദ്ധി സിദ്ധയോ ഭവന്തി തസ്യാപി നിസർഗദഃ പുനഃ സദാ യുവാം പ്രീതിയുതൗ ച ദമ്പതി പരാത്പരൗ താവനുരൂപരുചിതൗ പരാത്പരൗ സദാ യുവാം പ്രീതിയുതൗ ച ദമ്പതി പരാത്പരൗ താവനുരൂപരൂപിതൗ തഥാപി ലോകവ്യവഹാര സംഗ്രഹാദിഥം വിവാഹസ്യ തു കാരയാമ്യഹം. ബ്രഹ്മദേവൻ തുടർന്ന് പറയുകയാണ്, ഇപ്പോൾ ഈ യുഗള രൂപത്തിലാണ് രാധാദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും സങ്കല്പിച്ച് ഇപ്പോൾ ബ്രഹ്മദേവനെ സ്തുതിച്ചത്. ഇങ്ങനെ യുഗള രൂപത്തിൽ, യുഗളം എന്ന് വെച്ചാൽ രണ്ട് എണ്ണം പക്ഷെ ഒന്നായിട്ട് തോന്നും, ഒന്ന് മറ്റൊന്നിൽ ലയിച്ചതായിട്ട് തോന്നുകയാണ്. യുഗളം ഒന്ന് തന്നെ രണ്ടായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ. അങ്ങനെയുള്ള ഈ ഉത്തമ സ്മൃതി പഠിക്കുന്നവൻ എല്ലാ ധാമങ്ങളിലും ശ്രേഷ്ഠമായ ഗോലോകധാമത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, ഇഹലോകത്തിൽ സൗന്ദര്യം, സമൃദ്ധി, സിദ്ധി എന്നിവ ആസ്വദിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് രണ്ടുപേരും നിത്യദമ്പതികളാണെങ്കിലും പരസ്പര പ്രീതിയാൽ പരിപൂർണരാണെങ്കിലും പരാത്പരരാണെങ്കിലും അനുരൂപരായി ലീലാവിലാസം നടത്തുകയാണെങ്കിൽ തന്നെയും ലോകവ്യവഹാരത്തിനനുസൃതമായി ലോകത്തെ നേർവഴിക്ക് നയിക്കാനായി ഞാൻ വൈവാഹിക വിധിപ്രകാരം വിവാഹം നടത്താം. തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം, ഒരു കടമ, അല്ലെങ്കിൽ ബ്രഹ്മദേവനെ അപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് വിവാഹം നടത്തിക്കൊടുക്കാനാണ്. നിത്യദമ്പതിമാരാണ്. ആ തത്വങ്ങളിലാണ്, നമ്മുടെ മനുഷ്യരൂപത്തിലല്ല. നമ്മൾ മനുഷ്യരൂപത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന രീതിയിലല്ല. ഭഗവാനും ദേവിയും അവർ ശക്തിയും ഈ പ്രകൃതി ദേവിയാണെങ്കിൽ ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനിൻ്റെ ഉള്ളിലാണ് ആ ശക്തിയും ഉള്ളത്, ദേവിയും ഉള്ളത്. അവർ രണ്ടും ഒന്ന് മറ്റൊന്നില്ലാതെ നിലനിൽക്കില്ല. അതാണ് ദമ്പതിമാർ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിത്യദമ്പതിമാരാണ് ഈ സൃഷ്ടി, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാനും ദേവിയും തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ അങ്ങനെയുള്ള ആ ഭഗവാനെയും ദേവിയും ഒരു വിവാഹം എന്ന നമ്മുടെ മനുഷ്യരുടെ ഒരു ചടങ്ങ് പോലെ അതിലൂടെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഭഗവാനും രാധാദേവിയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനായിട്ടും ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയിലെ നിയമപ്രകാരം വിവാഹം ഞാൻ ആ വിധിപ്രകാരം നടത്തിത്തരാം. അതിനാണ് എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ ചെയ്യാം എന്നാണ് ബ്രഹ്മദേവൻ അവിടെ പറയുന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു ആചാര്യൻ്റെ സ്ഥാനത്ത് നിന്നും ഈ വിവാഹം നടത്തുകയാണ്. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ നോക്കാം. 16-ാം അധ്യായം അടുത്ത ആഴ്ചയും കൂടി ആകുമ്പോൾ നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഭഗവാനെ ചൊല്ലി സമർപ്പിക്കാം. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. दया करो राधे, दया करो, 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 श्यामा लाडली दया करो, राधे किशोरी